മുതലാളിത്തത്തിന് ലാൽസല്ല, തലക്കെട്ട്. കൊൽക്കത്ത. രാജ്യത്തിന് സോഷ്യലിസം അസാധ്യമാണെന്നും ബംഗാളിൻ്റെ വ്യവസായ വികസനത്തിന് വിദേശിയും സ്വദേശിയുമായ മൂലധനം അത്യാവശ്യമാണെന്നും മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു അഭിപ്രായപ്പെട്ടു. മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഈ പ്രഖ്യാപനം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കകത്താണ് നാം പ്രവർത്തിക്കുന്നതെന്നും കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനശിലയായ വർഗസമര സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ബസു പറഞ്ഞു. നാശം. ബാക്കി വായിക്കട്ടോ. ഇനിയിപ്പോ കൂടുതൽ എന്നാ വായിക്കാനാ? ഇതിന്റെ അർത്ഥം ഇനി കണ്ട തുരുത്തിലെല്ലാം കേറി കവുങ്ങൊക്കെ വെട്ടി കൊടിമരം ഉണ്ടാക്കണ്ടെന്നാണോ? എല്ലാം ദൈവനിശ്ചയം. ഹലോ, അതെ അതെ അതെ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു. പണം നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ശരി 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 ശരി, ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ശരി. ഇങ്ങനെ കാണുന്നതാ ഭേദം. പകുതിക്ക് രാഷ്ട്രീയം കളിച്ചിട്ട് എനിക്ക് കിട്ടിയത് പാതി കണ്ണ. ജ്ഞാനത്തിനായി കുമ്പിൾ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം. ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യന്യായാസനം. ഇരുളും വെളിച്ചവും തിരമിച്ചു തുള്ളാത്ത പെരിയ സത്യത്തിൻ്റെ നിർവികാരത്വമായി ഉറവിൻ്റെ കല്ലെറിഞ്ഞുട പിറന്നവർ കൂകി നാരായണത്വ പ്രാന്തൻ. ഈ അടിവരയിട്ടിരിക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ട വരികളാ? അല്ല, ഇഷ്ടപ്പെടാത്ത ജീവിതത്തിലെ അടിവരയിട്ട വരികളാ. എനിക്ക് ഈ പറഞ്ഞതും അടിവരയിട്ട വരികളും ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. ഈ പുരുഷന്മാരൊക്കെ എങ്ങനെയാ എന്നെ കളിപ്പെടുത്തുക. അതെ, അതാണ് സത്യം. ഈ കവിതയുടെ ഒക്കെ അർത്ഥം ഒന്ന് ചൊല്ലിയും പറഞ്ഞും തരുമോ? ഷോ, ഇതൊന്നേ ഈ പുരുഷന്മാർക്ക് വേണ്ടു. കാണുന്നല്ലേ ഭേദം എന്റെ ജയശ്രുട്ടിയെ. എന്റെ കറുമ്പി അമ്മയ്ക്ക് അവരൊരു മൂക്കുത്തി ഇടിച്ചു, കുറച്ച് ബ്രാഹ്മണത്വം വരുത്താൻ.